നമ്മൾ അറിവിനെക്കുറിച്ചും വിജ്ഞാനത്തെക്കുറിച്ചുമെല്ലാമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ തൊട്ട് മുമ്പ് വൈകുന്നേരം നടന്ന സെഷൻ ഇഖ്റ എന്ന നാമധേയത്തിലാണ് നടന്നത്. വായനയുടെ, പഠനത്തിൻ്റെ, അറിവിൻ്റെ, അന്വേഷണത്തിൻ്റെ, ഗവേഷണത്തിൻ്റെ എല്ലാം പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ടാണ് ആ സെഷനിലെ സംസാരങ്ങൾ ഉണ്ടായത്. ഇവിടെ അടിസ്ഥാനപരമായി തന്നെ നമുക്കറിയാവുന്നൊരു വസ്തുതയുണ്ട്. അറിവ്, ഇൽമ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന അർത്ഥത്തിൽ മനുഷ്യന്റെ പ്രത്യേകതയാണ് എന്ന വസ്തുത. ലോകത്ത് ദശലക്ഷക്കണക്കിന് ജീവിവർഗങ്ങളുണ്ടെങ്കിലും ആ ജീവിവർഗങ്ങളിൽ ഒന്നും തന്നെ ഇതേപോലുള്ള സമ്മേളനങ്ങളോ പ്രഭാഷണങ്ങളോ ചർച്ചകളോ സംവാദങ്ങളോ ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്കറിയാം. ദാർശനികമായ വ്യഥകൾ, അന്വേഷണങ്ങൾ, ആകുലതകൾ അത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയായിട്ടാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. എഴുത്തിന്റെ, വായനയുടെ എല്ലാം കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. നമ്മൾ പറയുന്ന ഭാഷ, സാഹിത്യം എന്നൊക്കെ പറയുന്നത് ലോകത്ത് ദശലക്ഷക്കണക്കിന് സ്പീഷീസുകൾ ഉണ്ടെങ്കിലും അവയിൽ ഒന്നിനു പോലും ഇല്ലാത്ത ഇത്തരത്തിലുള്ള വൈഭവങ്ങൾ മനുഷ്യർക്ക് മാത്രം എങ്ങനെയാണ് ലഭിച്ചത് എന്ന അടിസ്ഥാനപരമായ ചോദ്യമുണ്ട്. ആ ചോദ്യത്തെ നമ്മൾക്ക് കേവലം പരിണാമ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ഭാവനകൾ കൊണ്ട് മറികടക്കാൻ കഴിയുമോ എന്ന് സൽബുദ്ധിയുള്ളവർക്ക് സ്വയം ആലോചിക്കാവുന്നതാണ്. മനുഷ്യനായിത്തീരുന്ന അവന്റെ ബുദ്ധിയും ചിന്തയും ഭാഷയും വിവേകവുമെല്ലാം എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിന് പരിശുദ്ധ ഖുർആൻ നൽകുന്നൊരു ഉത്തരമുണ്ട്. ആ ഉത്തരം ക്രമാനുഗതമായി ചരിത്രത്തിലൂടെ ഒരു മൃഗത്തിന്റെ നടു നിവർന്നു വന്നപ്പോൾ അതിൻ്റെ വാലറ്റു പോയപ്പോൾ യാദൃച്ഛികമായി ഉണ്ടായി എന്നല്ല. നമ്മൾ ഇഖ്റ എന്ന് പറയുമ്പോൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നീ വായിക്കുക, നീ ഓതുക, നീ പാരായണം ചെയ്യുക. നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ പാരായണം ചെയ്യുക. നീ ഇവിടെ യാദൃച്ഛികമായി ഉണ്ടായതല്ല, മറിച്ച് നീ ഇവിടെ ഉണ്ടാക്കപ്പെട്ടതാണ്, നീ സൃഷ്ടിക്കപ്പെട്ടതാണ്. നിന്നെ സൃഷ്ടിച്ചവനായ ഒരു രക്ഷിതാവുണ്ട്, ഒരു റബ്ബുണ്ട്. ആ റബ്ബിൽ നിന്ന് ആലോചനകൾ ആരംഭിക്കാതെ നിന്റെ ജീവിതം എന്ന സമസ്യയെ നിനക്കൊരിക്കലും തന്നെ വിശദീകരിക്കുവാൻ കഴിയില്ല. നിനക്ക് പേന പിടിച്ച് എഴുതാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിനക്ക് സാഹിത്യം രചിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിനക്ക് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലദീ അല്ലമ ബിൽ ഖലം, അവനാണ് നിന്നെ അത് പഠിപ്പിച്ചത്. ലോകത്തെ ഒരു മൃഗത്തിനും അറിയാത്ത എഴുത്ത് എന്ന കല, കയ്യിൽ പേന പിടിക്കുക എന്ന കല, അക്ഷരങ്ങൾ ഉപയോഗിച്ച് സംവേദനം നിർവഹിക്കുക എന്ന കല, ആ കല നിന്റെ രക്ഷിതാവ് നിന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ് നിനക്ക് സാധ്യമാകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. നമുക്ക് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി അറിയാം. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോവുകയല്ല. ആദിമ മനുഷ്യൻ, ആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു തന്നെ നേർക്ക് നേരെ സൃഷ്ടിച്ചു എന്നും ആദമിനെ ഭാഷ പഠിപ്പിച്ചു എന്നുമാണ് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, തീർച്ചയായും എല്ലാ പേരുകളും വാക്കുകളും നാമങ്ങളും ആദം നബിക്ക് നാം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആ ആദമിനെ അങ്ങനെ ഭാഷയുടേതായ ഊടും പാവും നൽകിയത്, ആദമിന്റെ തലച്ചോറിനെ ആ രീതിയിൽ സംവിധാനിച്ചത്, നാവിനെ ആ തരത്തിൽ ക്രമീകരിച്ചത് എല്ലാം നിന്റെ രക്ഷിതാവായ നാഥനാണ്, റബ്ബാണ്, അള്ളാഹുവാണ് എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് പരിശുദ്ധ ഖുർആൻ നമ്മളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ഈ അറിവിനെ കുറിച്ച്, വിജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ പക്ഷേ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് അറിവ് നേടാൻ, പഠിക്കാൻ കഴിയുന്ന മസ്തിഷ്ക ഘടന നമ്മുടെ അടിസ്ഥാനപരമായ പ്രത്യേകതയാണ്. പക്ഷേ ചില അറിവുകൾ, ആ അറിവുകൾ നമ്മളുടെ തലച്ചോറ് ഉപയോഗിച്ചുള്ള കേവലമായ അധ്വാനങ്ങൾ കൊണ്ട് നമ്മൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അറിവുകളാണ്.
നമ്മളെ സൃഷ്ടിച്ചൊരു റബ്ബുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. പക്ഷേ ആ റബ്ബ് എങ്ങനെയുള്ളവനാണ്, അവന്റെ ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണ്, അവനെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊന്നും നമ്മുടെ തലച്ചോറ് ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ആ റബ്ബ് നമ്മളുടെ ജീവിതം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, നമ്മളുടെ മരണത്തിന് ശേഷം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, ആ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നുമുള്ള ഉത്തരം നമ്മുടെ കേവലമായ വിജ്ഞാനാന്വേഷണ സിദ്ധികൾ കൊണ്ട് നമ്മൾക്കൊരിക്കലും തന്നെ കണ്ടെത്താൻ കഴിയില്ല. അവിടെയാണ് വഹി എന്ന് പറയുന്ന പരികൽപ്പന ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ലോകത്തെ അറിവുകൾ എന്ന് പറയുമ്പോൾ ഭൗതികമായ, സാമൂഹിക ശാസ്ത്രപരമായ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് സമാഹരിക്കുവാൻ കഴിഞ്ഞേക്കും. നിങ്ങൾക്ക് നല്ല മസ്തിഷ്ക വൈഭവമുണ്ടെങ്കിൽ, നല്ല പഠന താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വയം സമർപ്പണമുണ്ടെങ്കിൽ അറിവിൻ്റെ ഒരു ഭണ്ഡാരമായി തീരാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ കൊണ്ട് കേവലമായി നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നില്ല. അതിനാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. ആ പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത്. ആ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഈ അറിവ് ലഭിക്കൂ, ഈ വിജ്ഞാനം ലഭിക്കൂ, ഈ ദിശാബോധം ലഭിക്കൂ എന്ന യാഥാർത്ഥ്യമാണ് ഖുർആൻ അടിസ്ഥാനപരമായി നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യർ പല രീതിയിലും ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് കണ്ടെത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. വനങ്ങളിൽ പോയി തപസ്സിരുന്നവരുണ്ട്. ആ തപസ്സിന്റെ തീവ്രമായ ധ്യാനത്തിന്റെ യോഗാത്മകമായ അവസ്ഥയുടെ മൂർധന്യത്തിൽ വെളിപാടുകൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട്, അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ധ്യാനത്തിന്റെയും തപസ്സിന്റെയും എല്ലാം മാർഗങ്ങളിലൂടെ കടന്നുപോയ ഒരുപാട് മനുഷ്യർ. വേറൊരുപാട് മനുഷ്യർ ഫിലോസഫിയുടെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, കേവലമായ ബുദ്ധിവൈഭവം ഉപയോഗിച്ചുകൊണ്ട് ഗ്രീസിലെയും ഭാരതത്തിലെയും എല്ലാം തത്വചിന്ത ആചാര്യന്മാർക്ക് മുന്നിൽ ചടഞ്ഞിരുന്നു കൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പരിശ്രമിച്ചവരുണ്ട്. പക്ഷേ ഈ ഉത്തരങ്ങളെല്ലാം നിങ്ങളുടെ കേവലമായ ഭാവനകൾ മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള ഉത്തരങ്ങൾ, ആ ഉത്തരങ്ങൾ അള്ളാഹുവിൽ നിന്ന്, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കണം, അഥവാ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കണം. ആ വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നമുക്കറിയാം. ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത്. അർ റഹ്മാൻ, അല്ലാഹു പരമകാരുണ്യകനാണ്. അവൻ നമ്മളോട് അങ്ങേയറ്റം കരുണയുള്ളവനാണ്. അല്ലമൽ ഖുർആൻ, അതുകൊണ്ട് അവൻ നമ്മളെ ഖുർആൻ പഠിപ്പിച്ചു. എത്ര സുന്ദരമായിട്ടാണ് ഖുർആൻ സംസാരിക്കുന്നത്. നമ്മളെ അവൻ അനാഥരാക്കിയില്ല. നമ്മുടെ നാഥൻ, നമ്മുടെ റബ്ബ് നമ്മളെ ഇരുട്ടിൽ വിട്ടേച്ചു പോയില്ല. ഈ പ്രപഞ്ചമാകുന്ന സങ്കീർണമായ പ്രഹേളികയിലേക്ക് നമ്മളെ പറഞ്ഞു വിട്ടിട്ട് എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് വിശദീകരിച്ചു തരാൻ പ്രവാചകന്മാരെ പറഞ്ഞയക്കാതെ, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കാതെ അള്ളാഹു നമ്മളോട് ക്രൂരത കാണിച്ചില്ല. അർ റഹ്മാൻ, പരമകാരുണ്യകനാണവൻ. അല്ലമൽ ഖുർആൻ, അവൻ നമ്മൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നിരിക്കുന്നു, നമ്മളെ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. ഖലഖൽ ഇൻസാൻ, അവനാണ് മനുഷ്യനെ പഠിച്ചത്. അല്ലമഹുൽ ബയാൻ, നേരത്തെ പറഞ്ഞ ഭാഷയും സാഹിത്യവുമെല്ലാം അവനാണ് മനുഷ്യർക്ക് പകർന്നു കൊടുത്തത്. പരിശുദ്ധ ഖുർആനാണ് അള്ളാഹു നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ കാരുണ്യങ്ങളിൽ ഒന്ന് എന്ന് തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയാകുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഖുർആനിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയൂ. ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്? 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യാവകാശങ്ങളുടെ വലിയ പെരുമ്പറ മുഴക്കപ്പെട്ട നൂറ്റാണ്ടായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ട്. നമ്മൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് സാക്ഷികളായി. മനുഷ്യ ജീവിതത്തിന്റെ അന്തസ്സിനെ കുറിച്ച്, ഡിഗ്നിറ്റിയെ കുറിച്ച് വലിയ പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും ഉണ്ടായി. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷര സുന്ദര പ്രബുദ്ധ കേരളത്തിൽ നിന്ന് നമ്മൾ കേട്ട വാർത്ത എന്താണ്? ആൾക്കൂട്ടക്കൊല എന്നൊക്കെ പറയുമ്പോൾ ഏതോ വിദൂര ദേശത്തുള്ള ഒരു ഭാവനയായി നമ്മൾക്കത് അനുഭവപ്പെട്ടിരുന്നെങ്കിൽ, നമ്മളുടെ സ്വന്തം കേരളത്തിൽ ഈ സാംസ്കാരികതയുടെ, പ്രബുദ്ധതയുടെ എല്ലാം അവകാശവാദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ആ കേരളത്തിൽ നമ്മളുടെ എല്ലാം കൺമുന്നിൽ വെച്ച് ഒരു മനുഷ്യൻ പച്ചക്ക് തല്ലിക്കൊല്ലപ്പെടുകയാണ്. ആ കൊല പോലും അതിക്രൂരമായി തീരുകയാണ്. അദ്ദേഹത്തിന്റെ ശരീരം ആ രീതിയിലുള്ള ഭീകരമായ അനുഭവങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോകാൻ ഒരു പറ്റം മനുഷ്യർക്ക് കഴിയുകയാണ്. അയാൾ ഒരു ബംഗ്ലാദേശിയാണെങ്കിൽ, അയാൾ ഒരു ബംഗ്ലാദേശി മുസ്ലിം ആണെങ്കിൽ അയാളെ കൈകാര്യം ചെയ്യേണ്ടത് ആ വിധത്തിലാണ് എന്ന് വിചാരിക്കുന്ന, അങ്ങനെ പഠിപ്പിക്കപ്പെട്ട മനുഷ്യർ കടന്നു വരികയാണ്. ദേശീയത എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് നമുക്കറിയാം. അതിൻ്റെ മനോഹരമായ വിവക്ഷകളെ കുറിച്ച് നമുക്കറിയാം. ഈ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ബൗദ്ധരും ജൈനരും മതമില്ലാത്തവരും എല്ലാവരും ഒന്നു ചേർന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരാധുനിക ദേശരാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് അധ്വാനിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക
എന്ന ആശയം, ആ ആശയം പക്ഷേ ഇന്ന് മസിലു പെരുപ്പിച്ച് എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഭൂപടത്തിൽ വരച്ച ഒരു വരക്കപ്പുറത്താണ് ഒരു മനുഷ്യന്റെ ജന്മമെങ്കിൽ, പൗരത്വമെങ്കിൽ അയാളെ തല്ലിക്കൊല്ലാമെന്ന്, അയാൾ നമ്മളെക്കാൾ അധമനാണ് എന്ന്, നമ്മളെക്കാൾ താഴ്ന്ന മനുഷ്യനാണ് എന്ന്, അയാൾക്ക് മനുഷ്യൻ എന്ന നിലക്കുള്ള അന്തസ്സില്ല എന്ന് വിചാരിക്കുന്ന, അങ്ങനെ കരുതുന്ന, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കൂട്ടങ്ങൾ പത്രപാരായണത്തിന്റെ, ചർച്ചകളുടെ, സംവാദത്തിന്റെ, സാംസ്കാരികമായ വിനിമയങ്ങളുടെ വലിയ പാരമ്പര്യമുള്ള കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് പോലും ഉണ്ടാകുമ്പോൾ പരിശുദ്ധ ഖുർആൻ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നമ്മുടെ ചെവിയിൽ മുഴങ്ങേണ്ടത്. ഞാൻ സൂചിപ്പിക്കുന്നത്, ആ ഖുർആനാകുന്ന വെളിച്ചം നമ്മളുടെ തലച്ചോറിൽ കയറിയിട്ടില്ലെങ്കിൽ വലിയ ആധുനികതയുടെ എത്ര വലിയ മുദ്രാവാക്യങ്ങൾ നമ്മൾ മുഴക്കിയാലും നമ്മളെ യഥാർത്ഥത്തിലുള്ള മനുഷ്യരാക്കാൻ അവക്കൊന്നും കഴിയില്ല എന്നാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നിങ്ങൾ വ്യത്യസ്തരാണെങ്കിൽ, നിങ്ങളിൽ പലതരത്തിലുള്ള ഉള്ളവരുണ്ടെങ്കിൽ, പല കുടുംബ ഗോത്ര വംശ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരുണ്ടെങ്കിൽ, പലതരം ദേശീയതകളിൽ നിന്ന് കടന്നു വരുന്നവരുണ്ടെങ്കിൽ, പലതരം ഭാഷകൾ ഉള്ളവരുണ്ടെങ്കിൽ, അവരെല്ലാം തന്നെ ആദമിന്റെയും ഹവ്വയുടെയും മക്കൾ മാത്രമാണ്. നിങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. നിങ്ങളെ വേർതിരിച്ച് വിവേചിച്ചറിയാനുള്ള അടയാളങ്ങളും മേൽവിലാസങ്ങളും മാത്രമാണ് ഇവയെല്ലാം തന്നെ. നിങ്ങളാരും തന്നെ തഖ്വ കൊണ്ടല്ലാതെ, പടച്ചവനെ പേടിയെ കൊണ്ടല്ലാതെ, ജീവിത വിശുദ്ധി കൊണ്ടല്ലാതെ ഒരു തരത്തിലുള്ള ഔന്നത്യവും കരസ്ഥമാക്കുന്നില്ല എന്ന പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യൻ നാസ ജമീഅ. നിരപരാധിയായ ഒരു മനുഷ്യൻ അയാളുടെ ദേശം നോക്കി, വംശം നോക്കി, ഭാഷ നോക്കി, പൗരത്വം നോക്കി നിരപരാധിയായ ഒരു മനുഷ്യരെ അടിച്ചു കൊല്ലാൻ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത്, ഒരു മനുഷ്യനെയല്ല മാനവകുലത്തെ ഒന്നടങ്കമാണ് നിങ്ങൾ തെരുവിലിട്ട് അടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നത് എന്ന്, അത്രയും വലിയ കൊടും പാതകമാണ് ചോരയായി നിങ്ങളുടെ കൈകളിൽ പുരളുന്നത് എന്ന് വേദഗ്രന്ഥത്തിന് മാത്രമേ മനുഷ്യരെ ബോധ്യപ്പെടുത്താൻ കഴിയൂ. തൗഹീദിന്റെ, ആഖിറത്തിന്റെ, റിസാലത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ടല്ലാതെ മനുഷ്യാന്തസ്സിനെ കുറിച്ചുള്ള ഇങ്ങനെയൊരു വിഭാവനം ആർക്കും ഉണ്ടാക്കാൻ കഴിയില്ല എന്നത് കേവലമായ ഒരു സത്യം മാത്രമാണ്. അവിടെ ആ ഖുർആനിന്റെ വെളിച്ചം, മനുഷ്യരെ മനുഷ്യരാക്കുന്ന വെളിച്ചം, നമ്മളോട് അല്ലാഹു ചെയ്ത കാരുണ്യം, ആ കാരുണ്യം എത്രത്തോളം ലോകത്തിന് മുന്നിൽ തുറന്നു വെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. എത്ര മലയാളികൾ, ഇപ്പോഴും എത്ര മലയാളികൾ പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശം അറിയാത്ത മലയാളികൾ എന്നല്ല, ഖുർആനിനെ തെറ്റിദ്ധരിച്ച മലയാളികൾ, മാനവികതയുടെ മഹാവിളംബരമായ അന്തിമ വേദഗ്രന്ഥത്തെ വെറുക്കുകയും അത് കേട്ടാൽ പല്ലിറുമ്പുകയും ചെയ്യുന്ന ഇസ്ലാമോഫോബിയ ഒരു സാമൂഹിക മനോരോഗമായി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷം നിലവിൽ വരുന്ന സമയത്ത്, അല്ല നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല, നിങ്ങളോടുള്ള, നിങ്ങളെ പടച്ച റബ്ബിന്റെ കാരുണ്യമാണ് ഈ വേദഗ്രന്ഥം എന്ന് പറഞ്ഞ് അവർക്കിടയിലേക്ക് കടന്നു ചെല്ലാനുള്ള ഊർജം കൂടിയാണ് ഇതേപോലെയുള്ള പരിപാടികളിൽ നിന്ന് നമ്മൾക്ക് യഥാർത്ഥത്തിൽ ലഭിക്കേണ്ടത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ ആ ഖുർആനിനോട് നമ്മൾ എന്തുമാത്രം നീതി പുലർത്തുന്നുണ്ട് എന്ന് ശാന്തമായി നമ്മൾ ആലോചിക്കുക. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഖബറുകളുടെ അടുക്കൽ ചെന്ന് നിന്നാൽ അദ്ദേഹം തേങ്ങി തേങ്ങി കരയുമായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് സഹാബിമാർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങനെ താങ്കൾ ഇങ്ങനെ ഖബറിനടുത്തെത്തുമ്പോൾ തേങ്ങി കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവിടെയാണല്ലോ എല്ലാം തീരുമാനമാകുന്നത്. നമ്മൾ ഖബറിലേക്ക് എടുത്തു വെക്കപ്പെടുന്നതോടുകൂടി നമ്മളുടെ ജീവിതത്തിന്റെ വിജയപരാജയങ്ങൾ തീരുമാനമാവുകയാണ്. അവിടുത്തെ നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും പിന്നീട് അങ്ങോട്ട് എന്ന്. ഖബറിന്റെ ഫിത്നയെ കുറിച്ചും അദാബിനെ കുറിച്ചുമെല്ലാം നമുക്കറിയാം. ഖബറിന്റെ ഫിത്ന എന്ന് പറയുമ്പോൾ, നമ്മൾ മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോൾ മലക്കുകൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. ആ ചോദ്യങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആ ചോദ്യങ്ങൾക്ക് വിശ്വാസി നൽകുന്ന മറുപടി പറഞ്ഞെടുത്ത് ശ്രദ്ധേയമായൊരു വാചകമുണ്ട്. മലക്കുകൾ നീ എന്ത് ദുന്യാവിൽ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, അള്ളാഹുവിന്റെ കിതാബ് ഞാൻ വായിച്ചു, ഞാനതിനെ സത്യപ്പെടുത്തി എന്ന് സത്യവിശ്വാസി മറുപടി പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നിന്റെ പ്രവാചകനെ കുറിച്ച്, മതത്തെക്കുറിച്ച് എല്ലാമുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുന്ന സത്യവിശ്വാസിയോട് എങ്ങനെയാണ് നിനക്ക് ഈ ഉത്തരങ്ങൾ ലഭിച്ചത് എന്ന് ചോദിക്കുമെന്നും, അപ്പോൾ ആ സത്യവിശ്വാസി അള്ളാഹുവിന്റെ കിതാബ് ഞാൻ വായിക്കുകയും അതിൽ വിശ്വസിക്കുകയും അതിനെ ഞാൻ സത്യപ്പെടുത്തുകയും ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് ഈ ഉത്തരങ്ങൾ ലഭിച്ചത് എന്ന് ആ സത്യവിശ്വാസി മറുപടി പറയുമെന്ന് അങ്ങനെയെല്ലാം റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം. നമ്മളെല്ലാം മരിച്ചു പോകാനുള്ളവരാണ്, ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകാനുള്ളവർ.
ഈ പത്രാസ് മുഴുവൻ കെട്ടുപോകും, ഈ ദുന്യാവ് മുഴുവൻ അലങ്കോലമാകും, ഇത് മുഴുവൻ തവിടുപൊടിയാകും. പണവും പത്രാസും നമ്മുടെ കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും നമ്മളുടെ വാഹനങ്ങളും എല്ലാം വളരെ നൈമിഷികമായ ആനന്ദങ്ങൾ മാത്രമാണ് എന്ന് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായിട്ടാണ് അത് പറയുന്നത്. കുല്ലു മൻ അലൈഹാ ഫാൻ, സകലതും നശിക്കും, നശിക്കാത്തതായി യാതൊന്നും തന്നെ ബാക്കിയുണ്ടാവുകയില്ല. വയബ്കാ വജ്ഹു റബ്ബിക്, നിന്റെ റബ്ബിന്റെ വജ്ഹല്ലാതെ മറ്റൊന്നും തന്നെ അവശേഷിക്കാത്തൊരു ദിവസം വരും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് ഖുർആനുമായിട്ടാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് എന്ന് അള്ളാഹു നമ്മൾക്ക് നൽകിയ ആ മഹാകാരുണ്യത്തോട് നീതി പുലർത്തിയിട്ടാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് എന്ന്, ഖുർആൻ വായിച്ചിട്ടാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് എന്ന്, ഖുർആൻ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് എന്ന്, ഖുർആൻ ജീവിതത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് എന്ന്. നാളെ ഖബറിൽ മലക്കുകൾ വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ കിതാബ് ഞാൻ വായിക്കുകയും അതിനെ സത്യപ്പെടുത്തുകയും ഞാൻ ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തി മാത്രം ഇഹലോകത്ത് വിട പറയാനുള്ള വിവേകം നമ്മൾക്കുണ്ടാവുക. സഹോദരങ്ങളെ, ആ പരിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണവുമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് മനോഹരമായ ഒരു സന്ദർഭത്തിലാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അൻസാരിയുടെ മയ്യത്ത് കബറടക്കാൻ വേണ്ടി സഹാബിമാരെയും കൂട്ടി ബഖീയിലേക്ക് പോകുന്നു. ബഖീയിൽ പക്ഷേ കബറ് കുഴിക്കുന്ന പണി തീർന്നിട്ടില്ല. അതുകൊണ്ട് കുറെ സമയമുണ്ട്. ആ സമയമുള്ളത് കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ആ മഖ്ബറയിൽ അവരെല്ലാവരും ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. പ്രവാചകൻ ഒരു വടി കൊണ്ട് വെറുതെ മണലിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖബറിലെ ശിക്ഷയെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വാചകങ്ങൾ പറയുന്നത്. പരിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധമാണ് ജീവിതത്തിൽ നമ്മളെ ആത്യന്തികമായി വിജയിപ്പിക്കുക എന്ന മഹത്തായ സന്ദേശം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് പകർന്നു നൽകിയ സന്ദേശം. ഇതാ റമളാൻ കടന്നു വരുന്നു, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം കടന്നു വരുന്നു. ഖുർആനിന് വേണ്ടി, ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി ഖൈറുക്കും, നിങ്ങളിൽ ഉത്തമൻ എന്ന് പറയുന്നത് മൻ തഅല്ലമൽ ഖുർആന, നിങ്ങളിൽ ഖുർആൻ പഠിക്കുകയും വഅല്ലമഹു, പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, നമ്മൾ ഖുർആൻ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ വായിക്കുവാൻ, പഠിക്കുവാൻ, അർത്ഥം മനസ്സിലാക്കുവാൻ, സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ നമ്മൾ സന്നദ്ധമാവുക. എ.പി. അസ്ലം സാഹിബിനെ പോലൊരാൾ ഈ ഉമ്മത്തിൽ നിന്ന് ആഗ്രഹിച്ച വലിയൊരു നന്മയായിരിക്കുമത്. മലയാളത്തിൽ 2 പ്രധാനപ്പെട്ട ഖുർആൻ പരിഭാഷകൾക്ക് ചുക്കാൻ പിടിച്ച കെ.പി. മുഹമ്മദ് മൗലവി എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. ആ വലിയ വലിയ ചരിത്രങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുമ്പോൾ അവരെല്ലാം അവരുടെ ഖബറുകളിലാണ് എന്ന വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളും നമ്മുടെ ഖബറുകളിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഖുർആൻ എത്രത്തോളം പഠിച്ചു, എത്രത്തോളം പഠിപ്പിച്ചു, അതിനുവേണ്ടി എത്രത്തോളം പ്രവർത്തിച്ചു എന്ന ചോദ്യത്തിന് സംതൃപ്തിയോടുകൂടി ഉത്തരം പറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങാൻ കഴിയാനുള്ള ആസൂത്രണങ്ങൾ നമ്മൾ നടത്തുക. അതിന് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.